നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എടുക്കുന്നില്ലെന്നോ? അവൻ എവിടെ പോകുന്നു പറഞ്ഞത്? പ്രണവ് വന്നും തോന്നുന്നു. വാട, കൈയും മുഖവും കഴുകിയിട്ട് വന്നിരിക്കുക. ഹലോ ബ്രദർ, ഇങ്ങോട്ട് വന്നേ. കഴിപ്പൊക്കെ പിന്നെ മതി, എണീറ്റ് വാന്ന്. എന്താടാ, എന്തിനാ വിളിച്ചത്? ഈ ഡോക്യുമെന്റ്സിലെ ഒന്ന് സൈൻ ചെയ്ത് തരണം. എന്താ ഇത്? ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന സ്ഥാപനവുമായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല എന്ന് ടൈപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ഡോക്യുമെന്റ് ആണ്. ഇനി മുതൽ ഈശ്വരമംഗലം ഗ്രൂപ്പിന് താഴെയുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും ഉടമസ്ഥാവകാശം എനിക്കായിരിക്കുമെന്ന് ഈ ഡോക്യുമെന്റ്സിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഒപ്പിടും. എന്താണ് ഇത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതിലിപ്പോ മനസ്സിലാക്കാനായിട്ട് ഒന്നുമില്ല മിസ്റ്റർ. ഒരു വളച്ചേട്ടലും ഇല്ലാതല്ലേ ഞാൻ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞത്. ഇനി മുതൽ കമ്പനിയുടെ അവകാശിയും അധികാരിയും ഞാൻ മാത്രമായിരിക്കും എന്നുള്ളതിന്റെ ഒരു രേഖയാണിത്. എന്തിനാ പ്രണവ് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവണമല്ലോ, അതങ്ങനെ വെച്ച് കിട്ടിക്കൊണ്ട് പോകാനാവത്തില്ല. കമ്പനിയുടെ എല്ലാ അവകാശം വേണമെന്ന് നീ ഇപ്പൊ എന്തിനാണ് വാശി പിടിക്കുന്നത്? ഇത് വാശിയൊന്നും അല്ലമ്മേ, ആരുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിക്കുന്നതും അല്ല. എനിക്കുള്ള അവകാശമാണ് ഞാൻ ചോദിക്കുന്നത്. നീ ഇതൊക്കെ ആലോചിച്ചിട്ട് തന്നെയാണോ തീരുമാനിക്കുന്നത്? നോക്ക്, പഴയ ഉടായ്പ ന്യായങ്ങളൊന്നും ഇങ്ങോട്ട് ഇറങ്ങാനായിട്ട് നിൽക്കണ്ട. ഡയറക്ടർ ബോർഡിലെ ഭൂരിപക്ഷം ആൾക്കാരും എനിക്ക് അനുകൂലമായിട്ട് സൈൻ ചെയ്യും, ഒരു സംശയവും ഇല്ല. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാ അംഗങ്ങളും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ ഡോക്യുമെന്റ്സ് ഒപ്പിട്ട് വാങ്ങിക്കണമെന്നുള്ള ഒറ്റ ആവശ്യം മാത്രമേ മുന്നോട്ട് വെച്ചിട്ടുള്ളൂ. ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ കമ്പനിയെ പോലെ പല പല ബിസിനസ്സുകൾ നടക്കുന്ന ഒരു സ്ഥാപനം തനിയെ റൺ ചെയ്ത് കൊണ്ടുപോകാനുള്ള എക്സ്പീരിയൻസ് നിനക്കുണ്ടോ? തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്പീരിയൻസ്. പിന്നെ അത്തരം കാര്യങ്ങളിലൊന്നും നിങ്ങൾ കിടന്ന് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെക്കാളും നന്നായിട്ട് കാര്യങ്ങൾ നോക്കി നടത്താൻ എനിക്കറിയാം. വേഗം സൈൻ ചെയ്ത് തരാൻ നോക്ക്. നിനക്കെന്താടാ സ്വബോധമില്ലേ? ഒറ്റയടിക്ക് വന്ന് കമ്പനിയുടെ മുഴുവൻ അവകാശം വേണമെന്ന് പറയുന്നത് എന്തിനാ? എന്താ ശിവാനി ഇത്? ആന്റി, പ്രണവി പറയുന്നതുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. ദയവ് ഇത് ഇതിലേക്ക് എന്നെ വലിച്ചേക്കല്ലേ. അതെ, ആന്റിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കാം. ഇവള് പറഞ്ഞത് കേട്ട് പ്രവർത്തിക്കാൻ ഞാൻ എന്താ ചിന്താശേഷി ഇല്ലാത്തവനാണോ? ഇത് എന്റെ തീരുമാനമാണ്. നോക്കു പ്രണവ്, എല്ലാം നിനക്ക് മാത്രമായിട്ട് വേണമെന്നുള്ള ഈ ആവശ്യം നടക്കുന്ന കാര്യമല്ല. ബിസിനസിന്റെ ബാലപാഠങ്ങള് നിനക്ക് പറഞ്ഞു തന്നതേ ഗൗതമാണ്. ആ ഗൗതമിനോടാണ് എല്ലാം എഴുതി തന്നിട്ട് പുറത്തു പോണോന്ന് നീ ആവശ്യപ്പെടുന്നത്. അത് മോശമാണ്. ആന്റി അത്രയ്ക്ക് വിശാലോട് ചിന്തിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. ഇങ്ങേരെ ബിസിനസ് പഠിപ്പിച്ചത് ആരാ? ആന്റി അല്ലേ? എന്താ ഇപ്പൊ ഒന്നും പറയാനില്ലേ? ഇനി കൂടുതൽ വർത്താനം ഒന്നും വേണ്ട. വേഗം ഈ ഡോക്യുമെന്റ്സിൽ ഒപ്പിട്ട് തന്നിട്ട് കമ്പനിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നോക്ക്. പ്രണവേ, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. ഗൗതം, വേണ്ട. പ്രണവിന്റെ ആഗ്രഹം എന്താണോ അത് സാധിച്ചു കൊടുത്തേക്ക്. എന്താ നിധി പറയുന്നത്? ഇനി ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ. എത്രത്തോളം ഇവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നോ അത്രത്തോളം ഇവിടെയുള്ളവരുടെ സമാധാനം നശിച്ചുകൊണ്ടേയിരിക്കും. ഗൗതം, പ്ലീസ് പ്രണവ് പറയുന്നിടത്തൊക്കെ ഒപ്പിട്ട് കൊടുത്തേക്ക്. എന്തിനാ ഗൗതം മടിക്കുന്നത്? ഗൗതമിന്റെ പേരിൽ ഇനി ഒന്നും വേണ്ട. ഈ വീട്ടിലെ സമാധാനമാണ് നമുക്ക് വലുത്. നിധി നിർത്ത്. എടാ, നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിന്റെ പേരിലുള്ള കമ്പനിയുടെ എല്ലാ അവകാശവും ഒഴിഞ്ഞ് പ്രണവിന്റെ പേരിലേക്ക് എല്ലാം എഴുതി കൊടുക്കാൻ നിനക്ക് സമ്മതമാണോ? മനസ്സിൽ ഒരു ചെറിയ വിഷമമെങ്കിലും ഉണ്ടെങ്കിൽ നീ സമ്മതിക്കണ്ട. തുറന്ന മനസ്സോടെ ആത്മാർത്ഥമായിട്ട് വേണം പറയാൻ. എല്ലാം പ്രണവൻ എഴുതി കൊടുക്കുന്നതിൽ നിനക്ക് വിഷമമുണ്ടോ?